പത്മകുമാർ, ഇവിടെ നമ്മൾ ദിവസങ്ങളോളം ചർച്ച ചെയ്ത, മാസങ്ങളോളം ചർച്ച ചെയ്ത SFIO അന്വേഷണം, ED, കസ്റ്റംസ്, മാസപ്പടി, ലാവലിൻ, അങ്ങനെ എന്നു വേണ്ട ഈ കേസുകളൊക്കെ എവിടെ പോയി? അത് BJP പോലും ഉന്നയിക്കുന്നില്ല. നമുക്കറിയാം രമൺ ശ്രീവാസ്തവയുടെ നിയമനം, ലോക്നാഥ് ബെഹ്റയുടെ നിയമനം, ഈ സമയത്തൊക്കെ മുഖ്യമന്ത്രി നേരിട്ടതാണ് ഈ ചോദ്യങ്ങൾ. ഇത് കേന്ദ്രവുമായി ഒത്തുതീർപ്പിന് ഒരു ഉദ്യോഗസ്ഥനെ വെക്കുകയാണല്ലോ എന്ന ചോദ്യത്തിന് ആ ഘട്ടത്തിലൊക്കെ വലിയ കൃത്യമായ രാഷ്ട്രീയ മറുപടി ഒന്നും ആരും പറഞ്ഞില്ല. CPM മുഖ്യമന്ത്രിയോ ഒന്നും പറഞ്ഞില്ല. MR അജിത് കുമാറും ആ വഴിയിലാണോ എന്ന് സംശയിക്കാൻ കാരണങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കേസുകളൊക്കെ ഏതാണ്ട് മരവിച്ചിരിക്കുകയാണ്. ആ ഓഫീസൊക്കെ അടച്ചിടി എവിടോ പോയി എന്നാണ് കേൾക്കുന്നത്. എന്താണ് നടക്കുന്നത് കേരളത്തിൽ, ശ്രീ JR പത്മകുമാർ? അല്ല, ഒരു കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ തുടങ്ങി വെച്ചിട്ടുള്ള അന്വേഷണങ്ങളൊന്നും മരവിപ്പിച്ചിട്ടില്ല. അത് സമയബന്ധിതമായി നടക്കുമെന്നുള്ളതിൽ അതൊരു സംശയമില്ല. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കേരളത്തിൽ കുറേ കേസുകൾ സൊസൈറ്റികളുമായി ബന്ധപ്പെട്ടും അല്ലാതെയും വന്നിട്ടുള്ള കേസുകൾ, കള്ളക്കടത്ത് കേസ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രൊസീജിയറുണ്ട്. സാധാരണ ക്രിമിനൽ കേസ് നമ്മുടെ സംസ്ഥാന പോലീസ് അന്വേഷിക്കുന്നത് പോലെ അല്ല. ED ആയാലും കസ്റ്റംസ് ആയാലും അത് അതിൻ്റേതായ സമയക്രമം അനുസരിച്ച് അതിൻ്റെ പ്രൊസീജിയർ അനുസരിച്ച് നടക്കും. അതിലൊന്നും ആശങ്ക വേണ്ട. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു വിവാദം ഒരു 1.5 വർഷം മുമ്പ് നടന്ന ഒരു കാര്യത്തെ സംബന്ധിച്ച് ആവശ്യമല്ലാതൊരു വിവാദം. കാരണം കേരളത്തിൽ നമുക്കറിയാമല്ലോ, പൊളിറ്റിക്കൽ ഇസ്ലാമുമായി അടിമപ്പെട്ട് കഴിയുന്ന കുറേ മാധ്യമപ്രവർത്തകരും കുറേ രാഷ്ട്രീയക്കാരും കൂടി മനഃപൂർവ്വം ഉണ്ടാക്കുന്ന ഒരു വിവാദമാണ്. ഇതിനെ സംബന്ധിച്ച് യാതൊരു അർത്ഥവുമില്ല. ഒരു ലോ ആൻഡ് ഓർഡറിൽ ഉത്തരവാദിത്വമുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന് ഏത് സംഘടനകളുമായും നിയമപരമായി പ്രവർത്തിക്കുന്ന ഏത് സംഘടനാ നേതാക്കന്മാരുമായി നല്ലൊരു ബന്ധം വെക്കുന്ന അദ്ദേഹത്തിന്റെ വാഹനമൊക്കെ ഒഴിവാക്കി ഒരു സുഹൃത്തിന്റെ കൂടെ ഈ പാത്തും പതുങ്ങിയും പോകേണ്ട ആവശ്യമുണ്ടോ? താങ്കൾ ഈ പറയുന്ന പോലെയാണെങ്കിൽ നേരെ കയറി ചെന്നാൽ മതിയല്ലോ. എന്തിനാണ് ഭയപ്പെട്ട് പാത്തും പതുങ്ങിയും പോയി? അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് RSS നേതാവ് പറഞ്ഞതാണ് കഴിഞ്ഞ ദിവസം. JR പത്മകുമാർ, എന്തിനാണ് BJPയും RSSും ആ കൂടിക്കാഴ്ചയെ പറ്റി കള്ളം പറഞ്ഞത്? അങ്ങനെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് K. സുരേന്ദ്രൻ പറഞ്ഞത് അത് തന്നെയാണ്, കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന്. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അല്ല, പൂരം കലക്കാൻ കൂട്ടുകൂടി അവിടെ ചർച്ച നടത്തി എന്ന് പറഞ്ഞതുകൊണ്ടാണ് അങ്ങനെ ആ രീതിയിലൊരു നിലപാടെടുത്തത്. ഇത് 2023 മെയ് മാസത്തിലാണ്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഒരു DGP അദ്ദേഹം പ്രച്ഛന്നവേഷനായിട്ടല്ലോ പോയത്, ഉത്തര കേരള പ്രാന്ത കാര്യവാഹക് PN ഈശ്വരൻ പറഞ്ഞത് അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുകയായിരുന്നു സാർ. അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടായിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പൊ RSSന് ഇത് ഒളിച്ചു വെക്കാൻ ഇപ്പൊ RSSന്റെ ഉത്തരമേഖല പ്രാന്ത കാര്യവാഹകന് ഈ സന്ദർശനത്തെ പറ്റി അറിയാത്തതല്ല, അവിടെ ദത്താത്രേയ ഹോസ്പിറ്റലിൽ എത്തിയ കാര്യം അറിയാത്തതല്ല, എന്നിട്ടും അത് അറിഞ്ഞുകൊണ്ട് അത് ഒളിച്ചു വെക്കാൻ ശ്രമിക്കുമ്പോൾ ദുരൂഹതയല്ലേ? എന്തിനാണ് RSS കൂടിക്കാഴ്ച മറച്ചു വെക്കുന്നത്? പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ചർച്ച നടത്തി, RSSന്റെ ആളുമായി നേതാവുമായി ചർച്ച നടത്തിയെന്നാണ്. അദ്ദേഹം കേരളത്തിൽ വന്നിട്ടുള്ളത്, ഈ തൃശ്ശൂർ വന്നിട്ടുള്ളത് മെയ് മാസം 2023 മെയ് മാസത്തിലാണ്. ഞാൻ പറഞ്ഞത് ഒരു DGP ലെവലിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അദ്ദേഹം യൂണിഫോം അഴിച്ചു വെച്ചാൽ അദ്ദേഹം അല്ലാതായി മാറുമോ? അദ്ദേഹത്തിന് അറിയില്ലേ ഇവിടെ സ്പെഷ്യൽ ബ്രാഞ്ച് ഉണ്ട്, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അത് കാണുമ്പോൾ പലരുമായി ബന്ധപ്പെടും, ആൾ കാണും. അപ്പോൾ അത് മറച്ചു വെച്ചു എന്നുള്ള രീതിയിലുള്ള ഒരു നറേഷൻ കൊടുക്കുന്നത് നിങ്ങളാണ്. ആ രീതിയിൽ മറച്ചു വെച്ചു, അല്ലല്ല RSSനെ സംബന്ധിച്ചിടത്തോളം അവർ പത്രസമ്മേളനം അപൂർവമായിട്ട് പറയേണ്ട ചുമതലപ്പെട്ട ആളുകൾ മാത്രം വാർത്താ സമ്മേളനം നടത്താറില്ല. ശരി, പക്ഷേ ഈ വിവാദമുണ്ടായ ഘട്ടത്തിൽ അതിലൊരു വ്യക്തത വരുത്താൻ ഒരു 4 വരി വാർത്താക്കുറിപ്പ് ഇറക്കി പത്ര ഓഫീസുകളിൽ കൊടുക്കാമായിരുന്നല്ലോ. പകരം എന്താണ് ചെയ്തത്? അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടില്ല എന്ന് ഉത്തരവാദിത്തപ്പെട്ട RSS നേതാക്കൾ പറഞ്ഞു. അതെന്തിനാ? അല്ല, മാത്രമല്ല സതീഷിന് തലയ്ക്ക് ഓളമാണെന്നാ പറഞ്ഞ BJP K. സുരേന്ദ്രൻ. സതീഷിന് തലയ്ക്ക് ഓളമാണെന്നാ പറഞ്ഞ K. സുരേന്ദ്രൻ. നിങ്ങളുടെ താല്പര്യമോ അല്ലെങ്കിൽ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് പ്രവർത്തിക്കേണ്ട സംഘടന അല്ല അത്. അതിൻ്റെതായ ഒരു പ്രത്യേക സംഘടനാ രീതിയുണ്ട്, അതവരെ പ്രവർത്തിക്കും. നിങ്ങൾ രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിലാണെങ്കിൽ എല്ലാത്തിനും ഞങ്ങൾ പ്രതിഷേധം വരും, അല്ലെങ്കിൽ പ്രതിഷേധ കുറിപ്പിറക്കും, വാർത്താ സമ്മേളനം നടക്കും. അത് അവർ ശരി. അപ്പോൾ രാഷ്ട്രീയ പാർട്ടി ആണെങ്കിൽ അങ്ങനെയാണല്ലോ അല്ലെ അഡ്വക്കേറ്റ് JR പത്മകുമാർ? എന്നാൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രനോട് ഇന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതിനെന്താ, ഞങ്ങൾ അങ്ങോട്ട് പോയി കണ്ടതല്ലല്ലോ. ഒരു ലോ ആൻഡ് ഓർഡർ ഉദ്യോഗസ്ഥൻ ഒരു പൊതുപ്രവർത്തകനെ കണ്ടെങ്കിൽ അതിൽ എന്താണ് തെറ്റ് എന്നതാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയാത്തതിന് കാരണം അജിത് കുമാർ കണ്ടത് ഏതെങ്കിലും പിണറായിക്ക് വേണ്ടിയാണെങ്കിൽ
അതിന് പ്രത്യുപകാരം രാഷ്ട്രീയമായി നിങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നതാണ് നിങ്ങൾക്കെതിരായിട്ടുള്ള രാഷ്ട്രീയ ആരോപണം. അങ്ങനെയാണ് തൃശ്ശൂരിൽ ഒരു BJP സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എത്തിയത് എന്നതാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. അപ്പോൾ ഞങ്ങൾ കൂടിക്കാഴ്ച നടത്തിയാൽ എന്താ, നിങ്ങൾക്ക് എന്താണ് എന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷന് എങ്ങനെ ചോദിക്കാൻ കഴിയും? അതിന് രാഷ്ട്രീയ പ്രാധാന്യമുണ്ട്. ആ രാഷ്ട്രീയ വിമർശനമാണ് നിങ്ങൾ നേരിടുന്നത്. അല്ല വിജയകുമാർ, ഞാൻ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റിന്റെ പത്രസമ്മേളനം മുഴുവൻ കേട്ടതാണ്. അദ്ദേഹം പറഞ്ഞത് 24 പൂരം കലക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം നിഷേധിച്ചത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. 24 അദ്ദേഹം തൃശ്ശൂർ വന്നതായിട്ട് ഞങ്ങൾക്ക് അറിവില്ല. ഞങ്ങൾ കണ്ടാൽ എന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കണ്ടാൽ എന്താ കുഴപ്പം എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രതിപക്ഷ നേതാവിന്റെ ആദ്യ പ്രതികരണം വന്നതിന് ശേഷം കെ സുരേന്ദ്രൻ ആദ്യ വാർത്താ സമ്മേളനം അദ്ദേഹം പറയുകയാണ് ഉണ്ടായിട്ടില്ല, ഉണ്ടെങ്കിൽ തെളിവ് കൊണ്ടുപോവാ എന്നാ പറഞ്ഞേ. അല്ല ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ 3 പേര് കൂടി ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല, ഓരോരുത്തരും പറയുക. ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകനാണ്. രാഷ്ട്രീയ സ്വയംസേവക സംഘം ഇന്ത്യയിൽ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ നേതാക്കന്മാരെ ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥന്മാർ കണ്ടു കഴിഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ് എന്നുള്ളത് ഞങ്ങൾ ഇന്നും ചോദിക്കും, നാളെയും ചോദിക്കും. ഭരണഘടനാപരമായി ഈ ഒരു ഗവൺമെന്റിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ആ രാഷ്ട്രീയ പാർട്ടി, ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ തത്വം നടപ്പിലാക്കാനല്ല, ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കേണ്ട ഉദ്യോഗസ്ഥന്മാരാണ്. അവർക്ക് ഈ നാട്ടിലെ എല്ലാ ആളുകളെയും തുല്യരായി കണ്ടുകൊണ്ട് എല്ലാ നിയമവിധേയമായി പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകളുമായി നല്ല ബന്ധം വയ്ക്കുന്നത് നല്ലതാണ്. ഒരു പ്രത്യേകിച്ച് എന്താണ് തെറ്റെന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ പ്രതിപക്ഷം ഉന്നയിക്കുന്ന, അതായത് ഈ സർക്കാരിനെതിരെയും CPM-നെതിരെയും പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണമുണ്ടല്ലോ, ആ ആരോപണത്തിന്റെ ഒരു മുന നിങ്ങൾക്ക് നേരെയും ഉണ്ട്. കാരണം ഈ കൂടിക്കാഴ്ചയുടെ രാഷ്ട്രീയ പ്രത്യുപകാരമാണത്രേ തൃശ്ശൂരിലെ BJP സ്ഥാനാർത്ഥിയുടെ വിജയം. വിജയകുമാർ, ഗുണഭോക്താക്കൾ ഈ കേരളത്തിലുള്ള രാഷ്ട്രീയ പാർട്ടികളും പത്രപ്രവർത്തകരും എല്ലാം ഒരേ വാക്കിൽ നിങ്ങൾ പറഞ്ഞതാണ്, കേരളത്തിൽ അക്കൗണ്ട് തുറക്കില്ല, ഇത് കേരളമാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ചുകൊണ്ട് നടന്ന സ്ഥലത്ത് തൃശ്ശൂരിൽ ഞങ്ങൾ ജയിക്കുകയും ആലപ്പുഴ, തിരുവനന്തപുരം, ആറ്റിങ്ങൽ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം വലിയ മുന്നേറ്റം ഈ 2 മുന്നണികളെയും കവച്ചു വെച്ചുകൊണ്ട് മുന്നേറ്റം ഉണ്ടാക്കുകയും ചെയ്തപ്പോൾ ഉണ്ടായിട്ടുള്ളൊരു അസഹിഷ്ണുത, ജയിച്ചതിൽ അതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ കണ്ടെത്തുകയാണ് നിങ്ങൾ ചെയ്യുന്നത്, ചിലർ പ്രത്യേകിച്ചും പ്രതിപക്ഷവും ചെയ്യുന്നത്. ബിജെപിയുടെ ഒരു പ്രതിഷേധം കാണുന്നില്ല. രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇവിടെ. ബിജെപിയുടെ ഒരു പ്രതിഷേധവും കാണുന്നില്ല. അജിത് കുമാറിനെതിരെ രൂക്ഷമായ ഒരു വിമർശനം നോക്കൂ ശ്രീ JR പത്മകുമാർ, നോക്കൂ ശ്രീ JR, കേരളത്തിന്റെ ചരിത്രത്തിൽ ഒരു ADGP, അധോലോക നായകൻ, ദാവൂദ് ഇബ്രാഹിം മോഡൽ പ്രവർത്തിക്കുന്ന ആൾ, സ്വർണ്ണ കള്ളക്കടത്തുകാരൻ, ഫോൺ ചോർത്തലുകാരൻ, കൊലപാതകി, അധോലോക നായകൻ എന്ന ആരോപണങ്ങൾ കേട്ട ഒരു ADGP, DGP, പോലീസ് ഉദ്യോഗസ്ഥർ കേരളത്തിന്റെ ചരിത്രത്തിലുണ്ടോ? BJPക്ക് അജിത് കുമാറിനെതിരെ യാതൊരു ഗുരുതര ആരോപണവുമില്ല. നിങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്നില്ല. നിങ്ങളുടെ BJPക്കോ യുവമോർച്ചയ്ക്കോ ഒരു പ്രതിഷേധവുമില്ല. അത് ഈ അജിത് കുമാർ RSSന് വേണ്ടപ്പെട്ടവനായതുകൊണ്ടാണോ ആ ഇളവ്? പത്മകുമാർ, നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്, ഞങ്ങൾ ഭാരതീയ ജനതാ പാർട്ടി തീർച്ചയായിട്ടും പ്രതിഷേധിച്ചിട്ടുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് ഞങ്ങളുടെ ഒരു മെമ്പർഷിപ്പ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്ന് വിചാരിച്ച് ഞങ്ങൾ ജനകീയ പ്രശ്നങ്ങളിൽ ഇടപെടില്ല എന്നുള്ളതല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള പ്രവർത്തനവും അവരെ 2 മുന്നണികളെയും പൊതുസമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ ശത്രുതയല്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 മുന്നണികൾക്കും എതിരായിട്ടുള്ള നിലപാടാണ്. നിങ്ങളുടെ അംഗത്വ ക്യാമ്പയിൻ കഴിയുമ്പോൾ, നിങ്ങളുടെ തിരക്കൊക്കെ കഴിയുമ്പോൾ സമയമുണ്ടെങ്കിൽ പ്രതിഷേധത്തിനിറങ്ങും. നല്ല നിലപാടാണ്.